നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത് അണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്ത് അണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ശബ്ദമുയർത്തി നന്ദി 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 എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ശബ്ദമുയർത്തി നന്ദി 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 എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ,
ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾ അത്ഭുതமான സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. നന്ദി 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 നന്ദി എൻ ദൈവമേ നന്ദി എൻ യേശുപരാ. ആ കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒരു നിമിഷം അരിപ്പിടങ്ങളൊക്കെ വിട്ട് ഒരു നിമിഷം ദിവസം എഴുന്നേറ്റിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി മറന്നുകൊണ്ട്, നിങ്ങളെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നീറാവിൽ കുരിശിൻ്റെ മാറാവിൽ, ആത്മാവിൻ്റെ നീറാവിൽ കുരിശിൻ്റെ മാറാവിൽ ആത്മമളാണനെ ആരാധിച്ചിടാം. ആത്മമളാണനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മമളാണനെ ആരാധിച്ചിടാം. ആത്മാവിൻ്റെ നീറാവിൽ കുരിശിൻ്റെ മാറാവിൽ, ആത്മാവിൻ്റെ നീറാവിൽ കുരിശിൻ്റെ മാറാവിൽ ആത്മമളാണനെ ആരാധിച്ചിടാം. ആത്മമളാണനെ ആരാധിച്ചിടാം. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനേ. മഹത്വവും പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വവും പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം.
കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, കുരുടരും ചെകിടരും മൂകരും മുടന്തരും കർത്താവിനെ ആരാധിക്കുമ്പോൾ, ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെപ്പോൾ ജീവനിലെന്നും ആരാധിച്ചിടാം. ജീവൻ ലഭിച്ചവർ നാം ജീവനുള്ളവരെപ്പോൾ ജീവനിലെന്നും ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭരാമൻ യേശുരക്ഷകനേ. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭരാമൻ രക്ഷകനേശുവിനെ. എല്ലാ നാവും പാടിയിടും മുഴങ്കാൽ മടങ്ങിയിടും യേശുരാജനെ ആരാധിച്ചിടാം. എല്ലാ നാവും പാടിയിടും മുഴങ്കാൽ മടങ്ങിയിടും യേശുരാജനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നീറാവിൽ കുരിശിന്റെ മാറാവിൽ ആത്മമലാനനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നീറാവിൽ കുരിശിന്റെ മാറാവിൽ ആത്മമലാനനെ ആരാധിച്ചിടാം. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ. ദാനം ബലം ജ്ഞാനം ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായവനെ. മഹത്വവും പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വവും പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നീറാവിൽ കുരിശിന്റെ മാറാവിൽ ആത്മമലാനനെ ആരാധിച്ചിടാം. ആത്മാവിന്റെ നീറാവിൽ കുരിശിന്റെ മാറാവിൽ ആത്മമലാനനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. ആരാധിപ്പാൻ യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമധ്യൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമധ്യൽ ഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശു
യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമ മധ്യഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമ മധ്യഭൂതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവൻ കൂടെയുള്ളതാ. 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 അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണം, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയ. ലിബാല ഷടാലറി കാലാദാ ജുഡാലറി ബോലോതോ ചൂടാര ധാര ലിബാല ധാരാല. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീയന്മേലിറക്കണം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം
സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണം തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി ഷെറ്റലിരി ബരാത ശംദാര ജൂഡാവാല റിമോരോജോ വൈഡാന താര ജൂഡാവാല റിമാനാത തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടും കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണം തീ പോലെ ഷട്ടാലാരിയാന്തോ ചൂടാര താര താര വീരമാന ചൂടം താര രഗദേ ഷണ്ടാലാരി ബോലോജോ വൈഡമാന ചൂടമാന ധീരമാന റി ബോലോജോ ശംദാര ചൂടമന വൈഡമരാതകരാതകലേ ലിമാന ധൂര താര ധീരാലാതോ ഷൈഡ താര ചൂടമാന റി ബോലോജോ വൈഡം താര രഗദ ശംദോരോ റോപ്പോലോ ചൂടബലാ രഗദേ രഗദ ലിബാല ഷണ്ടാല റിഖാല താരാല ചൂടമന വൈഡം താരം രഗദം ലിബാലാത ചൂടമാന റിഖോലോജോ വൈഡം താരം രഗദം ലാമോരോ ദോരോ ചൂടാലാത റിഖാലാത ലിമാന ചൂടമാന ധൂരമാന റിഖാലാത റിമോലോജോ ലിമാന താര ധീരാലാതോ റോപ്പോലോജോ ഷൈഡബരാദ ചൂടമന വൈഡമരാതകരാഗമന ശംദൂര ചൂടമാന റിഖാല താര ധൂരമാന റിമോലോജോ വൈഡം താരം രഗദം ലിമാന ഷട്ടാല റിഖാലാത ധീരമാന ചൂടാലാതെ റിമോലോ റോപ്പോലോ ഷട്ടാല റിമാനാത ചൂടാലാത റിമോലോജോ ലിബാരാത ചൂടാലാത രഗദേ രഗദ ശംദാര ചൂടമന വൈഡം താരം രഗദം റിഖാലാത ധൂരമാന റിമോലോജോ സെറ്റലി റിഖാലാതെ റിയാന്ത ചൂടാല ധാരമാന രഗദം വൈഡം താരം രഗദ ഷട്ടാല റിബാലാത റിമാനാത ചൂടമാന റിമോലോജോ റോക്കോ റിമനനാ ചൂടമാ രഗദ രമന ശംദാര ചൂടമന വൈഡം താര റിഖാലാത ധീരമാന ചൂടാലാത റിബാലാത റിമോലോജോ വൈഡം താര രഗദ ഷൈഡവരാത റിമാനാത ചൂടാലാത റിഖോലോജോ റിഖാലാത ഷട്ടാല റിബാലാത ചൂടമാന റിമോലോജോ വൈഡാന ധൂരമാന ചൂടാലാത റിമാനാത രഗദ ഷട്ടാല റിമാനാതോ വൈഡം താരം രഗദം ചുമന രഗദം ലിബാലാത ചൂടമാന റിഖാലാത വൈഡാലാത ചൂടമാന റിമാനാത രഗദ ശംദാര ചൂടമന വൈഡവരാതകരാതകരേ കമല ലിബോലോ ഷട്ടാല റിഖാലാത നാത ധൂരമാന റിമാനാത വൈഡം താര രഗദ ശംദാര ചൂടമാന റിബോലോജോ വൈഡാരാത ചൂടമാന റിബാലാത റിമോലോജോ റിമാന ധൂടാലാത ലാല ചൂടമാന വൈഡം താര രഗദ ഷട്ടാല റിബാലാത ചൂടമാന റിബോലോജോ വൈഡം താര രഗദ ശംദാരാല ചൂടമന വൈഡവരാതകരാതകരാതകരം ലിബാല ധൂരമാന ചൂടമാന റിബോലോജോ ലാദാരാല റിഖാലാത ചൂടമാന ചൂടമാന തീ പോലെ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം മഴ പോലെ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം മേഘം പോലെ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം മഞ്ഞ് പോലെ ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം ചിലരുടെ ഉള്ളങ്ങളിലേക്ക് ചിലരുടെ മണ്ഡലങ്ങളിലേക്ക് ചിലരുടെ ആത്മമണ്ഡലങ്ങളിലേക്ക് ചിലരുടെ ഭവനങ്ങൾക്കുള്ളിലകത്തേക്ക് ചിലരുടെ ദേശങ്ങൾക്കുള്ളിലേക്ക് ലാബ്രാ ലാഖത്തുലോ ബോലോ ലാഷ്മന റീമന ധൂരാന റകാലൂർ യാന്തേരിയ ഷെറ്റലി ബാല ധൂരാന റമാനിയ
Rimanata Juralata Rikalata Shatala Rimana Durala Rimana Nagada Nagadam Vaidam Taram Nagaram Rimanata Duradara Diralata Rikolodo Vaidarata Judamana Vaidam Taram Nagadam Nagadam Nagaram Rikalata Duramana Jurarata Rikolodo Shaidavarata Judamana Vaidam Taram Nagadam Nagadam Nagaram Rimanata Juralata ചിലരുടെ തണുത്തു പോയ ആത്മമണ്ഡലം ചിലരുടെ തണുത്തു പോയ ആത്മമണ്ഡലം ഇന്ന് പകലിൽ ചൂട് പിടിക്കുന്ന ഒരവസ്ഥ ദൈവിക സാന്നിധ്യം നിറയുന്ന ഒരവസ്ഥ ആത്മമണ്ഡലങ്ങൾ ഓപ്പൺ ആകട്ടെ ലാബ്ര ലാഗ്ദുരി ലിയാൻസാന ലാഷ്മാറ്റെ ലീബ്രോ ലീബാര ദൂരി ലിരിമാന ലിയാൻസേരിയ ലാഷ്മന റിക്കല ദൂരി ലിരിമ എല്ലാ വരണ്ട പ്രദേശങ്ങളിലും ആത്മീക ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ വരണ്ട മേഖലകളിലെല്ലാം ആത്മജീവൻ ജീവജലത്തിന്റെ നദികൾ ഒഴുകട്ടെ ലാഷ്മറി കലറൊക്കൊല്ലോ തുഞ്ഞാൻസാന മാനിയാൻതേരിയ ലാഷ്മറ്റേലിയ റീബോലോ തുരിലിരിമ റീമാന ധാരാല റമന ദൂരല റമന ഷ്മേറ്റെ ലീബ്രോ ലിയാൻധാരാല മനദുരിയാൻതേരിയ Shatalara kalara manaturi lian torologo leshme libro libra likala durela ramani ariandara la shotoloro സങ്കീർത്തനങ്ങൾ 23 ഒരുമിച്ച് വായിക്കാം. സങ്കീർത്തനങ്ങൾ 23. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്കെല്ലാവർക്കും പരിചിതമായൊരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഇടയനും ആടുകളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്, ഒരു പാട്ടാണ് 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. നമ്മൾ ആടുകളെ മേയ്ക്കുന്നവർക്കറിയാം, കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ആടുകളെ മേയ്ക്കുന്നവർക്കറിയാം, വിജനമായ സ്ഥലങ്ങളിലൂടെ ആട് ഒരു ഇടയൻ്റെ കീഴിൽ ഇങ്ങനെ യാത്ര ചെയ്യും. യാത്ര ചെയ്ത ശേഷം ഒരു വിജനമായ സ്ഥലങ്ങളെ പിന്നിട്ട് കൊണ്ടൊരു എന്താ പറയുക ഭക്ഷണമുള്ള പുല്ലുകളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും ആടുകൾ എന്ത് ചെയ്യും, അവിടെ അവയെ വിടും. അവ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ആയിരിക്കും. അപ്പം നമ്മൾ ക്രിസ്ത്യാനികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഹോവയാണ് നമ്മുടെ ഇടയൻ, നമ്മൾ ആടുകളുമാകുന്നു. യഹോവ ഇടയനായതുകൊണ്ട് തന്നെ നമുക്കൊന്നിനും ഒരു മുട്ടും ഉണ്ടാകുകയില്ല. നമ്മുടെ എല്ലാ തരത്തിലുള്ള ഭക്ഷണത്തിനും ആത്മീകവും ഭൗതികവുമായ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. കാരണം ആ ഇടയന് നമ്മെ അറിയാം, എവിടെയാണ് ഭക്ഷണമുള്ളതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ആ ഇടയൻ എന്താണ് നമ്മെ ചെയ്യുന്നത്? പച്ചയായ പുൽപ്പുറങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കിടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാട് ഒരു ഭക്ഷണമുള്ള സ്ഥലം കാണുമ്പോൾ അവിടുത്തെ പുല്ല് എല്ലാം ഭക്ഷിച്ച ശേഷം എന്ത് ചെയ്യുന്നു? സന്തോഷത്തോടെ അവിടെ വിശ്രമിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ അവസ്ഥയും. നമ്മളിങ്ങനെ വിജനമായ മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മുടെ കഷ്ടപ്പാടുകൾ നടന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഭക്ഷണം, നമ്മുടെ ഒരു നന്മ ലഭിക്കുമ്പോൾ നമ്മളത് ഭക്ഷിച്ച് എന്ത് ചെയ്യുന്നു? ആ നമ്മെ നടത്തുന്നു കർത്താവ്, യഹോവയാകുന്ന ഇടയൻ. സ്വസ്ഥതയുള്ള വെള്ളം, അതായത് സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ എന്ത് ചെയ്യുന്നു? കർത്താവ് നടത്തുന്നു. നമ്മുടെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനവും സന്തോഷവും എന്ത് ചെയ്യുന്നു? ആ ഇടയൻ തരുന്നു. നമ്മളെപ്പോഴും നീതിയുള്ള പാതകളിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം എന്ത് ചെയ്യാണ്? തിരുവചനമാണ് നമ്മുടെ കൂടെയുള്ളത്. തിരുവചനം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും നീതിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കൂരിരുളിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാലും നമ്മളെന്ത് ചെയ്യും? ഒരിക്കലും ഭയപ്പെടുകയില്ല. ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യന് കൂരിരുളിൽ താഴ്വരയിൽ കൂടി നടന്നു പോയാൽ അവനെന്തെങ്കിലും ഭയമായിരിക്കും. കർത്താവ് പക്ഷേ യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ നമുക്കൊരിക്കലും എന്തെയില്ല, ഭയമുണ്ടാകുകയില്ല. കാരണം എന്ത് ചെയ്യുന്നു? കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് ശത്രുതകൾ കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ് ശത്രുക്കൾ നമ്മൾ വിചാരിക്കും നമ്മളിപ്പോൾ നശിച്ചു പോകും. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ശത്രുക്കൾ വിചാരിക്കും ഇപ്പോൾ നശിച്ചു പോകും. കർത്താവ് പക്ഷേ എന്ത് ചെയ്യും? ശത്രുക്കൾ മുൻപാകെ നമുക്ക് എന്ത് ചെയ്യുന്നു? വിരുന്നൊരുക്കുന്നു, നമ്മുടെ മേശയെ വലിപ്പമുള്ളതാക്കുന്നു.
നമ്മൾ എന്ത് ചെയ്യുന്നു? തലയെ കർത്താവ് ചെയ്യുന്ന ഇടയൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതായത് നമ്മുടെ ആത്മീകമായ ഒരു അടുത്ത തലത്തിലേക്ക്, അഭിഷേകത്തിൻ്റെ തലത്തിലേക്ക് നമ്മെ ഉയർത്തുന്നു. നമ്മുടെ പാനപാത്രം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പാനപാത്രങ്ങളും നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ നമ്മെ എത്തുന്നു. നമ്മുടെ ജീവിതകാലമൊക്കെ എന്ത് ചെയ്യുന്നു? നന്മയും കരുണയും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അതോടൊപ്പം തന്നെ എന്താണ്? നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ആയുഷ്കാലം ജീവിക്കുവാൻ സാധിക്കും. ഇതാണ് യഹോവ നമ്മുടെ ഇടയനായുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഗുണം. അങ്ങനെ യഹോവയുടെ ഇടയനായി യഹോവയുടെ കീഴിൽ ജീവിക്കുവാൻ, യഹോവ ആകുന്ന നല്ല ഇടയൻ്റെ കീഴിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സങ്കീർത്തന പ്രബോധനങ്ങൾ വിരമിക്കുന്നു. നമ്മൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും ശാന്തമേറിയ പകൽവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത. വീണ്ടും ഞങ്ങൾക്കൊരു ശബത്ത് ദിവസം കൊണ്ട് കാണുവാൻ കർത്താവെ അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈ പകൽക്കാലം ഞങ്ങൾക്കായി എൻ്റെ നാഥനെ ഒരുക്കി തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥ. ആണ്ടിൻ്റെ ആരംഭത്തെ കണ്ട ഞങ്ങൾ ഓരോരുത്തർക്കും കർത്താവെ ഈ അവസാനത്തെ ഞായറാഴ്ച വരെയും കർത്താവെ എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ വേണം ഞങ്ങൾ ഓരോരുത്തരെയും എൻ്റെ കർത്താവ് ഓരോ ദിവസവും പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും വിടുവിച്ച് പരിപാലിച്ച് ഇതുവരെയും എൻ്റെ കർത്താവ് ആമേൻ കൊണ്ടുവന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ സകല നന്മകൾക്കായിട്ടും നന്ദി പറയുന്ന കർത്താവെ. ആമേൻ പരിശുദ്ധാത്മാവേ, യോഗ്യതയില്ലാത്ത ഇടങ്ങളിലൊക്കെയും ഞങ്ങളെ എൻ്റെ കർത്താവ് നിർത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. വീണുപോകാമെന്ന സാഹചര്യങ്ങളിൽ വീഴാതെ വേണം എൻ്റെ കർത്താവ് അനുദിനം വഴി നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നന്ദി പറയുന്നു കർത്താവെ. വീണ്ടും അങ്ങയുടെ പാദപീഠങ്ങളായിരുന്നുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ഒരു ഭാഗ്യത്തെ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു നാഥ. ഈ പകൽക്കാലം ആയിരങ്ങൾ കർത്താവെ വേദനയോടും നിരാശയോടും ഭാരത്തോടും കൂടെയും വിവിധ ഇടങ്ങളിൽ ആയിരിക്കുമ്പോൾ കർത്താവെ ആയിരങ്ങൾ മാരകമായ രോഗത്തിൽ അനുഭവപ്പെട്ട് കർത്താവെ ആമെ മരണം മുഖാമുഖം കണ്ടുകൊണ്ട് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ കടന്നുകൊണ്ട് ആമെ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എൻ്റെ കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ നൽകിയ കർത്താവെ ആരോഗ്യത്തിനായിട്ട് ആമെ കർത്താവെ സൗഖ്യത്തിനായി സുഖത്തിനായി കർത്താവെ നൽകിയ സകല നന്മകൾക്കായിട്ടും ഈ നിമിഷം ഞങ്ങൾ കർത്താവെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ ആമെ നന്ദി പറയുന്നു കർത്താവെ. ഈ പകൽക്കാലം എൻ്റെ കർത്താവ് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമെ നാഥ, വിശ്വാസത്തോടു കൂടി ഇതിനകത്ത് ആരൊക്കെ കാൽ ചവിട്ടിയോ ഈ പകൽക്കാലം നാഥ അവിടെ ആമെ കർത്താവെ അവർ മടങ്ങിപ്പോകുമ്പോൾ ആമെ നാഥ അവരെ അനുഗ്രഹിച്ച് മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമെ വിവിധ ഭാരങ്ങളോടുകൂടെ കർത്താവെ വേദനയോടുകൂടെ രോഗത്തോടുകൂടെയൊക്കെയും ഇതിനകത്ത് ആയിരിക്കുന്ന മക്കളുടെ മേൽ ദൈവിക പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമെ വിടുതലിൻ്റെ കരം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഈ ജനത്തിൻ്റെ ഇടയിൽ വൻ കാര്യത്തെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ അങ്ങനെ കരം വയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ സൗഖ്യത്തോട് ഇവിടം വിട്ട് മടങ്ങിപ്പോകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമെ ഹൃദയത്തിൽ ഭാരം അനുഭവിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവിക സമാധാനം ഇന്ന് പകൽക്കാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമൻ ഈ പകൽക്കാലം ഈ ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഭരമേൽപ്പിക്കുമ്പോൾ ദൈവ പ്രവൃത്തി ഇന്ന് പകലിൽ ഈ ജനത്തിൻ്റെ ഇടയിൽ കർത്താവെ ആമേ നാഥ വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിച്ച് മടങ്ങിപ്പോകുന്ന മക്കളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും അലസതയോട് കർത്താവെ ആയിരിക്കാൻ അനുവദിക്കാതെ വണ്ണം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവെ അമ്മ വിനയത്തോടും ഭയത്തോടും കൂടെ ആയിരുന്നു കൊണ്ട് ആമേ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും എന്തെങ്കിലും പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാമെന്നുള്ള വാഞ്ചയോടുകൂടെ ആയിരിക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരമുള്ള ഹൃദയങ്ങളെ ഇന്ന് പകൽക്കാലം നിറച്ച് മടക്കി അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആഗ്രഹിക്കുന്ന ഉള്ളത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന കർത്താവ് ആമേൻ അപ്രകാരമുള്ള ഹൃദയങ്ങളെ നിറയ്ക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആമേൻ ഞങ്ങളുടെ ആലയത്തെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്രകാരം ഞങ്ങൾക്ക് മനോഹരമായ ആലയം ഈ ദേശത്തിൻ്റെ നടുവിൽ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ആമേൻ ഇപ്രകാരം ഒരു ആലയം ഇതിനകത്ത് സ്ഥാപിക്കുവാൻ കർത്താവിന് ആമേ ഒരുക്കിയെങ്കിൽ അതിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വലിയ പദ്ധതിയോട് ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ ദൈവ പ്രവൃത്തി അനുദിനം ഇതിനകത്ത് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവെ അനേക മക്കളെ ഇതിനകത്ത് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേ കടന്നു വന്ന അനേക മക്കൾ ഈ നാളുകളിൽ കർത്താവെ ആമേ നിന്റെ സന്നിധിയിൽ നിന്നും പിന്മാറി നിൽക്കുമ്പോൾ ആമേൻ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ കുടുംബങ്ങളെ ഇതിനകത്ത് തിരിച്ചു മടക്കി കൊണ്ടുവരുമാറാകണമേ. ദൈവഹിതം അവിടെ മേൽ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ. ആമേ കർത്താവ് വീണു പോയവർ കർത്താവെ ഇതിൻ്റെ നാമത്തിൽ മടക്കി കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിനകത്തായിരിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിൽ ആരും തന്നെ കർത്താവേ ആമേ വീണു പോകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവസന്നിധിയിൽ ഉറച്ചു നിൽപ്പാൻ ആമേ കർത്താവെ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടവരായി നിൽപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആമേ പരിശുദ്ധാത്മാവേ ഇതിനകത്ത് നടന്നു വരുന്ന സകല മീറ്റിങ്ങുകളും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതൊക്കെയും കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു. കർത്താവേ ദൈവ പ്രവൃത്തി ഇന്നുവരെയും കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ പരിശുദ്ധാത്മാവെ അധികമായി ഇനിയും ആമേ കർത്താവേ ഇതിനകത്തുള്ള ആമേ മീറ്റിങ്ങുകൾ അനുഗ്രഹമാക്കണമേ, വിശാലത വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ആമേ ഞങ്ങളുടെ അഭിഷിക്തരെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ ആമേ നാഥ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ ഈ നാളുകൾ എൻ്റെ കർത്താവ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ ആമേ കർത്താവ് വരും ദിനങ്ങളിൽ ഇതിനേക്കാളും അധികമായി ആമേ ശക്തമേറിയ നിലവാരത്തിൽ കർത്താവ് ദേശം തോറും നിന്റെ നാമവുമായി കടന്നു പോകുവാൻ തക്ക രീതിയിൽ കർത്താവ് ആമേ പ്രയോജനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ വാതുകൾ തുറന്നു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ ആ കുടുംബത്തിൻ്റെ മേൽ ആമേ കർത്താവ് ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും യഥാക്രമം ആമേ കർത്താവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അടിയങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവെ പ്രിയ കുടുംബം അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായും ഭൗതികമായും നിന്റെ നാമത്തിൽ ചെയ്യുന്ന സകലതും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അബ്രഹാമിനെ അനുഗ്രഹിച്ച് വിശാലതയിൽ വരുത്തിയ കർത്താവ്, എബ്ബേസിൻ്റെ അതിരിനെ വിശാലത വരുത്തിയ കർത്താവ്, ഇന്ന് പകൽക്കാലം ഈ കൊച്ചു കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവർ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പുതിയ വർഷത്തിൽ കർത്താവെ ഇതുവരെയും കാണാത്ത വലിയ ദൈവ പ്രവർത്തികൾ ആമേൻ കർത്താവെ തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുവാനിരിക്കുന്ന തിരുവചനത്തെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ഇന്ന് പകൽക്കാലം വചനത്തിൽ കർത്താവ് മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ ആമേൻ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ കർത്താവെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തരെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ കേട്ടതും പ്രാപിച്ചതും പോലെ അല്ല, ഇന്ന് പകൽക്കാലം അതിലുപരി ഞങ്ങൾ നേടിയെടുപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനകരമായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേ പരിശുദ്ധാത്മാവേ ആമേ ശേഷിച്ച സമയം കൂടെ ഇരിക്കുമാറാകണമേ. കർത്താവെ ചോനകമുറിയിൽ നടക്കുവാനിരിക്കുന്ന കൺവെൻഷനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഈ 2 നാളുകളിലും ആ ഭാഗത്ത് വെളിപ്പെടുമാറാകണമേ. ആമേ പുതിയ വർഷം കർത്താവെ ആമേ ഞങ്ങൾ ആ കൺവെൻഷൻ ആരംഭിക്കുമ്പോൾ ദൈവ സാന്നിധ്യം ആ ദേശത്തിന് നടുവിൽ ആമേ വെളിപ്പെടുത്തുമാറാകണമേ. അനേക മക്കൾ കടന്നു വരട്ടെ, യൗവനക്കാർ കടന്നു വരട്ടെ, ആമേ ദാസന്മാർ കടന്നു വരട്ടെ. ആമേൻ ആ ഹോള് ആമേ കർത്താവെ ആമേ കർത്താവ് ഞങ്ങളുടെ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയുന്ന അളവിൽ കർത്താവ് ദേശത്തിൻ്റെ നടുവിൽ നിന്നും ഒരു കൂട്ടം ആത്മാക്കൾ ആമേ കൂട്ടി വരുത്തുമാറാകണമേ. ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയൊരു ശുശ്രൂഷ അതിൻ്റെ നടുവിൽ ചെയ്തെടുപ്പാൻ സഹായിക്കണമേ. അതിനായി അഭിഷിക്തനെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആമേനാഥ ഈ നാളുകൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അങ്ങയുടെ വലിയ കാര്യം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മഹത്വം കൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾ ഇതിനകത്ത് കേൾക്കുവാൻ പോകുന്ന തിരുവചനം ദൈവ സാന്നിധ്യം എന്ന് പറയുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. കർത്താവ് എന്നോട് ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞ വിഷയം ഞാൻ ഇതിനകത്ത് നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് പുതുതായി കർത്താവ് കുറച്ച് അധികം കാര്യങ്ങൾ തന്നിട്ട് കഴിഞ്ഞ നാളുകൾ സംസാരിച്ചതായിരിക്കില്ല ഇതിനകത്ത് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ നാൾ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് പലർക്കും മനസ്സിലാവൂ. നിങ്ങൾക്കത് ഓർമ്മ പോലും കാണില്ല. എങ്കിൽ കൂടി ആ പുതിയ ദൈവ സാന്നിധ്യത്തെ പ്രാപിച്ചുകൊണ്ട് ഇന്ന് ഇതിനകത്ത് മടങ്ങിപ്പോകുമ്പോൾ ഇനിയുള്ള 3 ദിനങ്ങൾ, അതായത് ഇന്ന് മുതൽ 3 ദിനങ്ങൾ നിങ്ങൾ ഈ സാന്നിധ്യത്തെ കീഴിൽ തന്നെ ഇരിക്കണം. ഈ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് ചോർന്നു പോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ വാഗൊണ്ടൊരു വാക്കോ പ്രവൃത്തിയോ രഹസ്യ ജീവിതത്തിലോ പരസ്യ ജീവിതത്തിലോ ഉണ്ടാകാതെ വണ്ണം നിങ്ങളായിരുന്നാൽ പുതിയ വർഷത്തിലേക്ക് കാൽ ചവിട്ടുമ്പോൾ നിങ്ങൾ പുതിയ വലിയ നിലയിൽ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി നിങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതത്തിനകത്ത് വലിയ വ്യതിയാനങ്ങളോടെ കർത്താവ് പുതിയ വർഷത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ദൈവ സാന്നിധ്യം, ആ ദൈവസാന്നിധ്യത്തിന് ആ പവറുണ്ട്. ദൈവസാന്നിധ്യം ആരൊക്കെ ദൈവസാന്നിധ്യത്തിൽ കൊതിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെ അത് പ്രാപിച്ചിട്ടുണ്ടോ, ആ ദൈവസാന്നിധ്യത്തിൽ ആരൊക്കെ വീണിട്ടുണ്ടോ, ആരൊക്കെ അതിനകത്ത് നിലനിന്നിട്ടുണ്ടോ, അവരെല്ലാം കർത്താവ് ചരിത്രമാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളൊരു ചരിത്രമാകണമെങ്കിൽ, നിങ്ങളുടെ ദേശത്തിനകത്ത് നിങ്ങളിലൂടെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ദേശത്തിനകത്ത് കർത്താവിന് വേണ്ടി നിങ്ങൾ ഉണർവിൻ്റെ വക്താക്കളാക്കി മാറണമെങ്കിൽ ഉറപ്പായും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇന്ന് പ്രാപിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങൾ കളയാതെ സൂക്ഷിച്ചാൽ മതി. ഹല്ലേലൂയ.
ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കുക, കരം കൊടുത്തിട്ട് ചോദിക്കുക, 2025 ഫലം കാച്ചോ? എന്തോന്ന് പറഞ്ഞു? കാച്ചെന്ന് തോന്നണമെന്നാ? ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഫലം കാച്ചോ? ആത്മാവിൻ്റെ ഫലം. ഇവിടെ ആർക്കും കൈയൊന്നും, ഈ സഹോദരനോട് ഒരു കൈ കൊടുക്കണം. ഇപ്പുറത്തെ കൈയോട് പ്രശാന്തേ, ഫലം അങ്ങ് മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഫലം കാച്ചോന്ന്. സ്വഭാവം മാറിയോ? പ്രവൃത്തിയിൽ വെളിപ്പെട്ടോ? നിന്നെ കണ്ടവർ യേശുവിനെ കണ്ടോ? നീ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവർക്ക് ദൈവിക വിടുതലുകൾ വെളിപ്പെട്ടോ? നീ സുവിശേഷം പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിനെ അംഗീകരിച്ചോ? നിൻ്റെ കുടുംബത്തിനകത്ത് നീ ഒരു സമാധാനമായിരുന്നോ? നീ നിൻ്റെ ഭർത്താവിനും നിൻ്റെ തലമുറകൾക്കും ഒരു അനുഗ്രഹമായിരുന്നോ? ആയിട്ടില്ല എങ്കിൽ അവരെ മുഖത്ത് നോക്കി പറ. ആയിട്ടില്ലെങ്കിൽ ഇന്ന് ക്രമീകരിക്കണം. ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതിനെ നശിപ്പിക്കുന്നവനെ കർത്താവ് നശിപ്പിക്കും. ഈ ശരീരം നിൻ്റെതല്ല, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം തന്ന അഭിഷേകത്തെ മാനിച്ച് ദൈവം പറഞ്ഞ ഫലം കായ്ച്ച് ഈ ലോകത്തിൽ ജീവിച്ചാൽ നിത്യരാജ്യം, ജീവകിരീടം നീ പ്രാപിക്കും. അത് ദേശത്തിനും നിനക്കും കുടുംബത്തിനും നിൻ്റെ തലമുറയ്ക്കും അനുഗ്രഹമായി തീരും. ഓക്കെ എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഞാൻ ആരും നിങ്ങളെ മുഖത്ത് നോക്കൂല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഫലം കാച്ചു? സത്യസന്ധമായിട്ട് പറയണം കേട്ടോ, നല്ല ദൈവപ്രസൻസാണ്. ചുമ്മാ കള്ളം പറയരുത്. എത്ര പേർ ഫലം കാച്ചു? അപ്പോൾ നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്ന സാന്നിധ്യമാണ്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറയണം, ദൈവസാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ദൈവസാന്നിധ്യം നിൻ്റെ മേൽ വരണമെങ്കിൽ നീ ദൈവത്തോടു കൂടെ ചേർന്ന് ഇരിക്കണം. നീ ദൈവത്തെപ്പോലെ വിശുദ്ധ ജീവിതം നയിക്കണം. അതിന് കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പുറപ്പാട് 33-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. എല്ലാവരും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അറിയുമ്പോൾ ആദ്യം നമ്മൾ കേൾക്കുന്ന വചനം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായമാണ്. 33-ാം അധ്യായത്തിനകത്ത് മോശ എന്ന് പറയുന്ന പ്രവാചകൻ ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് താൻ ഏകദേശം 40 രാവും പകലുമായി ദൈവസന്നിധിയിലിരിക്കുകയും ദൈവത്തിൽ നിന്ന് കൽപ്പന പ്രമാണങ്ങൾ കൽപ്പലകയിൽ എഴുതി 10 കൽപ്പനകൾ ഉൾപ്പെടെയുള്ള കൽപ്പനകൾ കൽപ്പലകയിൽ എഴുതി വാങ്ങിച്ച് മടങ്ങി വരാൻ നിന്ന സമയത്ത് താഴെ മോശ നടത്തിയ ജനം, അതിൻ്റെ 32-ാം അധ്യായമാണ്, നടത്തിയ ജനം മോശ എന്ന് പറയുന്ന അഭിഷിക്തനെ, തങ്ങളെ നടത്തിയ ആളിനെ കാണാത്തത് കൊണ്ട് തങ്ങളുടെ മുന്നേ തങ്ങളെ നടത്തുവാൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ പറഞ്ഞ് തങ്ങളെ നടത്തുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന പുരോഹിതനോട് ശണ്ട കൂടുകയും അതിൽ പ്രകാരം അദ്ദേഹം അവർക്കൊരു കാളക്കുട്ടി ഉണ്ടാക്കുകയും ദൈവത്തിന് പകരമായി ആ കാളക്കുട്ടിയെ മുന്നിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന സമയത്ത് ദൈവം മോശയോട്, നീ കൊണ്ടുവന്ന ജനം നശിച്ചുപോയി, അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ സഞ്ചരിക്കില്ല എന്ന് പറയുന്നതാണ് 33-ാം അധ്യായം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ മോശ ഇരിക്കുന്ന സമയത്ത് താഴെ ജനം തെറ്റിപ്പോയി. മോശയല്ല തെറ്റിയത്, താൻ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേലാണ് തെറ്റിയത്. ഇതിനകത്ത് ഞാൻ നിങ്ങളോടും പറയുന്നു, ഇതിനകത്തൊരു വ്യക്തി തെറ്റിയാൽ, ഒരാത്മാവ് തെറ്റിപ്പോയാൽ നടത്തുന്ന വ്യക്തികൾക്ക് അതിന് പഴി കിട്ടില്ല. തെറ്റുന്ന വ്യക്തിക്ക് മാത്രമേ അതിനുള്ള ശിക്ഷ ലഭിക്കൂ. കാരണം നടത്തുന്ന വ്യക്തി ദൈവസാന്നിധ്യത്തിന് കീഴിലിരുന്നാലും കൂടെ നടക്കുന്ന വ്യക്തിക്ക് തെറ്റിപ്പോകാനുള്ള എല്ലാ ചാൻസും ഈ ലോകത്ത് ഉണ്ട്. നമ്മളെപ്പോഴും കരുതുന്നത്, ഒരു അഭിഷിക്തൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തെറ്റിപ്പോയാൽ നമ്മൾ കരുതുന്നത് എന്താണ്? നമ്മൾ പറയുന്നത് എപ്പോഴും എന്താണ്? ആ പാസ്റ്ററിൻ്റെ കൂടെ നടന്ന, ആ വ്യക്തിയോടെ നടന്ന വ്യക്തി ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നില്ല,
പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഈ കൂടെ കൊണ്ട് നടന്ന അല്ലെങ്കിൽ ആ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന ദൈവദാസനെ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നു, ആ ദൈവദാസൻ്റെ തെറ്റല്ല, ആ വ്യക്തിയുടെ തെറ്റാണ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ കരങ്ങളിലെല്ലാം തിരുവചനമുണ്ട്. നമുക്കെല്ലാം ദൈവം പരിശുദ്ധാത്മാവിനെ സൗജന്യമായി നൽകിയിട്ടുണ്ട്. യാചിക്കുന്നവന് ധാരാളമായി കർത്താവിൻ്റെ ആത്മാവിനെ പകരാമെന്ന്, പരിശുദ്ധാത്മാവിനെ പകരാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? കർത്താവ് താൻ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കർത്താവ് നിങ്ങളെ നടത്തുന്ന അഭിഷിക്തനെയും നിങ്ങളെയും ഒരേപോലെയാണ് നടത്തുന്നത്. ഹല്ലേലൂയ. കർത്താവിന് വേർതിരിവ് ഇല്ല. പുതിയവനെന്നോ പഴയവനെന്നോ കുറഞ്ഞവനോ ഒന്നോ നിറം കുറഞ്ഞവനോ ഒന്നോ പറഞ്ഞൊരു വേർതിരിവ് കർത്താവ് കൊടുക്കുകയില്ല. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് പോലെ നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൽ ജീവിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആ പ്രസൻസ് നിങ്ങളുടെ അഭിഷിക്തൻ അനുഭവിക്കുന്ന പ്രസൻസിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ അദ്ദേഹം ജീവിക്കുന്നത് പോലെ, അദ്ദേഹത്തോടെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അദ്ദേഹം ജീവിക്കുന്നത് പോലെ ജീവിക്കുക, അദ്ദേഹം നടക്കുന്നത് പോലെ നടക്കുക. മോശ എന്ന് പറയുന്ന വ്യക്തിയോട് യോശുവ എന്ന് പറയുന്ന വ്യക്തി നടന്നു. മോശ യഹോവയോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മുഖാമുഖത്ത് അല്ലെങ്കിൽ മോശ യഹോവയുടെ സന്നദ്ധിയിൽ പോയി ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ചു. യോശുവയോ കൂടാരം വിട്ട് പിരിഞ്ഞില്ല. മോശ എവിടെയാണ് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ സംസാരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന യോശുവ എന്ത് ചെയ്തു? ദൈവസന്നദ്ധി വിട്ട് പിരിഞ്ഞില്ല എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് പകരക്കാരനായി ഒരു വ്യക്തിയെ തിരക്കുവാൻ ദൈവത്തിന് ചീട്ടിടേണ്ട ആവശ്യം വന്നില്ല. ഇന്ന ആളിനെ വിളിക്കാൻ പറഞ്ഞില്ല. യോശുവയ്ക്ക് ആ അഭിഷേകത്തെ കൈമാറി. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ, ഇന്ന് ഈ 2025 അവസാനത്തെ ഞായറാഴ്ച ഞാൻ നിന്നുകൊണ്ട് നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ദൈവ പ്രസൻസിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കാം, സ്വഭാവം കൊണ്ട് വ്യത്യസ്തരായിരിക്കാം, വാക്കുകൊണ്ട് വ്യത്യസ്തരായിരിക്കാം, പ്രവൃത്തി കൊണ്ട് വ്യത്യസ്തരായിരിക്കാം, ഉപജീവന മാർഗവും കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതത്തിലെല്ലാം വ്യത്യസ്തനായിരിക്കാം. പക്ഷേ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സേവിച്ചാൽ എല്ലാവരുടെ മേലും ഒരേപോലെ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരും. അതിലുപരിയായി കർത്താവിൻ്റെ പ്രസൻസിനുള്ളിൽ, ദൈവ സാന്നിധ്യത്തിനുള്ളിൽ നിങ്ങളെ നിറയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് യഹോവയുടെ സാന്നിധ്യം മാറിപ്പോകുന്നുവെന്ന് മനസ്സിലായപ്പോൾ മോശ ഭയപ്പെട്ടു. ഇസ്രായേൽ ജനങ്ങൾക്കൊന്നും തോന്നിയില്ല. എന്തെന്നറിയാമോ? ഇസ്രായേൽ ജനങ്ങൾ യഹോവയായ ദൈവത്തിൽ നിന്നല്ല പ്രാപിച്ചു വന്നത്, യഹോവയിൽ നിന്ന് പ്രാപിക്കുന്ന മോശയുടെ വായിൽ നിന്ന് കേട്ടിട്ടാണ് ആര് നടന്നത്? ഇസ്രായേൽ ജനങ്ങൾ നടന്നത്. അതുകൊണ്ട് തന്നെ 40 ദിനവും 40 രാവും 40 പകലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മോശ പോയപ്പോൾ ദൈവ ശബ്ദം കേൾക്കുവാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇസ്രായേൽ ജനങ്ങൾ കഴിഞ്ഞില്ല. കാരണം അവർ കേട്ടതാരെയാണ്? മോശയാണ്. മോശ ഒരു ദിവസം പെട്ടെന്ന് മാറിപ്പോയപ്പോൾ എന്ത് പറ്റി? അവർക്ക് ദൈവത്തെ കാണുവാനോ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുവാനോ കഴിയാത്തതിന് കാരണം അവർ വ്യക്തിപരമായി ദൈവ സാന്നിധ്യം അനുഭവിക്കാത്തത് കൊണ്ടാണ്. ഈ സഭയോട്, എന്നെ കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ വ്യക്തിപരമായി ദൈവ പ്രസൻസ് അനുഭവിക്കണം. അതിന് നിങ്ങൾ വില കൊടുക്കണം. ദൈവ സാന്നിധ്യം നിങ്ങൾ എത്രത്തോളം കൊതിയോടെ ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, എത്രത്തോളം ആഗ്രഹത്തോടെ ദൈവത്തെ കാണണം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിൽ കീഴിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രത്തോളം ഈ നാളുകളിൽ നിങ്ങളെ നിറയ്ക്കും. ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ 2026 നിങ്ങളെ കർത്താവ് ആ പ്രസൻസിനുള്ളിൽ ഒരു വ്യത്യസ്ത വ്യക്തിയാക്കി തീർക്കും. നിൻ്റെ സ്വഭാവം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അനേകർക്ക് നീ ഒരു പ്രയോജനമുള്ള വ്യക്തിയായി തീരും. നിൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന് നീ എന്തൊക്കെ ഫേസ് ചെയ്യുന്നോ ആ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മാറ്റുവാൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ 33-ാം അധ്യായം താഴോട്ട് വായിക്കുന്ന സമയത്ത് അതിൻ്റെ 1-ാം വാക്യത്തിനകത്താണ് യഹോവയായ ദൈവം പറയുന്നത്, ഇനി ഞാൻ നിങ്ങളോടുകൂടെ സഞ്ചരിക്കില്ല, ഒരു ദൂതനെ നിങ്ങളുടെ കൂടെ അയക്കാമെന്ന് പറയുമ്പോൾ മോശ പറയുകയാണ്, അങ്ങയുടെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങളെ ഒരിടത്തും പറഞ്ഞു വിടരുത്. ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു വ്യക്തിക്ക് ദൈവ സാന്നിധ്യം ഇല്ലാതെ ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ആത്മീക മനുഷ്യനെന്ന് പറഞ്ഞിട്ട് ജഡീകത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ പ്രസംഗിക്കാം, എങ്ങനെ വേണമെങ്കിൽ ആരാധിപ്പിക്കാം, എങ്ങനെ വേണമെങ്കിൽ സ്തുതിക്കാം, എന്തും വേണമെങ്കിലും ചെയ്യാം. അന്ന് നീ ജഡത്തിൽ ചെയ്യുന്നതാണ്.
പക്ഷെ നീ ആത്മീകനായി നിന്ന് ആത്മീക മനുഷ്യനായി തികഞ്ഞവനായ ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിൻ്റെ ജീവിതം കർത്താവിൻ്റെ കരത്തിൽ കൊടുത്ത വ്യക്തിയാണെങ്കിൽ, ഉറപ്പായും ഞാൻ പറയുന്നു, ദൈവ സാന്നിധ്യം നിന്നിൽ നിന്ന് കുറഞ്ഞാൽ നിനക്ക് ഒരു പ്രവൃത്തിയും ദൈവത്തിൽ നിന്നോ മനുഷ്യരുടെ മധ്യമോ ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, നീ തികഞ്ഞ ഒരു ആത്മീകനായി തീരണം. ഈ ലോകത്തിൽ നിനക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ജഡത്തിൽ നിനക്ക് എന്തൊക്കെ അഭിമാനിക്കുവാനുള്ള ഉണ്ടെന്ന് പറഞ്ഞാലും, അത് സമ്പത്തായിരിക്കാം, ആരോഗ്യമായിരിക്കാം, വിദ്യാഭ്യാസമായിരിക്കാം, യോഗ്യതയായിരിക്കാം, കഴിവായിരിക്കാം, ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നീ എന്ത് ചെയ്യണം? ആത്മാവാകുന്ന ദൈവത്തിൻ്റെ പ്രസൻസിനകത്ത് ജീവിക്കണം. എന്താണ് സാന്നിധ്യം? സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നമ്മോട് കൂടെ നിൽക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് സാന്നിധ്യം. ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, എൻ്റെ കൂടെ ഒരു വ്യക്തി ഇല്ല എന്ന് വിചാരിക്കുക. പക്ഷേ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ച് ആ വ്യക്തി ചെയ്യുന്നതിന് പകരമായി എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ് ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ സാന്നിധ്യം. ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ ഇല്ലാത്തൊരു വ്യക്തി നിങ്ങളോടുകൂടെ ഉള്ളതുപോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡിൽ, ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ, ആ വ്യക്തിയുടെ ശക്തിയിൽ വെളിപ്പെടുകയും ആ വ്യക്തിയെ പോലെ, ആ വ്യക്തി ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതാണ് സാന്നിധ്യം. ഹല്ലേലൂയ. ഒരുവൻ ദൈവ സാന്നിധ്യത്തിലാണെന്ന് പറഞ്ഞാൽ അവൻ ദൈവം ചിന്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ദൈവം ആ വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ്റെ പർപ്പസിനെ കുറിച്ച് ദൈവം എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ അവനെ വിളിച്ചത്, എന്തിനു വേണ്ടിയാണോ അവൻ്റെ മേൽ തൻ്റെ സാന്നിധ്യം അയച്ചത്, ആ സാന്നിധ്യത്തിനനുസരിച്ച് അവൻ ചലിക്കും. മോശ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ താൻ തൻ്റെ ജീവിതം തുടങ്ങി രാജാവിൻ്റെ കൊട്ടാരത്തിൽ അടുത്തൊരു രാജാവിനെ പോലെ വാണുകൊണ്ടിരുന്നവൻ ഒരു ദിവസം താൻ ചെയ്ത ഒരു കൊലപാതകം, തൻ്റെ കൂട്ടു സഹോദരന്മാരെ ഒരുവൻ മിസ്രൈമ്യനാകുന്ന അടിക്കുന്നത് കണ്ടിട്ട് അവൻ അടിക്കുകയും അവനെ കൊല്ലാൻ സാഹചര്യം ഉണ്ടാകുകയും അങ്ങനെ അവൻ ആ രാജാവ് അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദേശം വിട്ട് ഓടിപ്പോകുകയും പിന്നീടുള്ള ചരിത്രത്തിൽ അവൻ ഇടയനായി വസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ജീവിച്ച ആ വ്യക്തി ഒരു ദിവസം ആടുകളെ മേച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. ഈ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോൾ ഇന്ന് വരെ കാണാത്തൊരു കാഴ്ച അവൻ കണ്ടു. ഒരു ദർശനമായിരിക്കാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ടതായിരിക്കാം. എന്തായാലും ഒരു കാഴ്ച അവൻ കണ്ടു. ഒരു മുൾപ്പടപ്പ് കത്തുന്നു. പക്ഷെ മുൾപ്പടപ്പിൻ്റെ ചുറ്റും തീ കത്തിയിട്ട് മുൾപ്പടപ്പ് എന്ത് ചെയ്യുന്നില്ല? വെന്തു പോകുന്നില്ല. ഇതെന്തെന്നറിയാൻ വേണ്ടി അവൻ പോകുന്ന സമയത്ത് യഹോവയായ ദൈവം അവനെ വിളിച്ചു. അവൻ ആ പ്രസൻസിനകത്ത്, ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്തേക്ക് കയറി. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളെയും കർത്താവ് വിളിച്ചു. എന്തോ ഒരു പർപ്പസിൽ, എന്തോ ഒരു ശുശ്രൂഷ തന്ന്, എന്തോ ഒരു കൃപാവരം ജ്വലിപ്പിച്ച് നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് വിളിച്ചു. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എന്നെ വിളിച്ച ദൈവം നിങ്ങളെയും വിളിച്ചു. ദൈവം പറഞ്ഞു, ഇത്രയേ പറഞ്ഞുള്ളൂ, ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. നീ എന്ത് ചെയ്യണം? ആ ചെരുപ്പൂരി അല്ലെങ്കിൽ നിൻ്റെ പഴയ സ്വഭാവങ്ങളെ മാറ്റി എന്നോടൊപ്പം ചേർന്ന് നിൽക്കണം. അത് കഴിഞ്ഞതിന് ശേഷം മോശ ആ പ്രസൻസിൽ നിന്ന്, അല്ലെങ്കിൽ ആ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് മടങ്ങി വരുന്നത് കഴിഞ്ഞ നിമിഷം ആടുകളെ മേയ്ക്കുന്ന മോശയായിട്ടല്ല, കഴിഞ്ഞ നിമിഷം ആടുകളെ മേച്ച വടിയെ അധികാരത്തിൻ്റെ വടിയാക്കി ഒരു പ്രവാചകനാക്കി. ദൈവം എന്താണോ 400 വർഷം കൊണ്ട് തൻ്റെ മക്കളിലൂടെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ മക്കളെ 400 വർഷ പ്രവാസത്തിന് ശേഷം ഏത് ദേശത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചോ, അതിന് പകരം ദൈവത്തിന് പകരമായി നിന്ന് അവരെ നയിക്കുവാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായി ഇറങ്ങിയെങ്കിൽ, എൻ്റെ പ്രിയ ജനമേ, എന്നെ കേൾക്കുന്നവനെ, നീ ദൈവപ്രസൻസിനകത്ത് അകപ്പെട്ടാൽ നിന്നെ വിളിച്ച വിളിക്ക് യഥാർത്ഥമായ യോഗ്യമായ ഫലം കായ്ക്കുവാൻ ആ ദൈവ സാന്നിധ്യം കൊതിച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുന്നേ നീ ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായും നീ ആ പ്രസൻസിൽ നിന്നും തിരിച്ചിറങ്ങുന്നത് ദൈവം എന്താണോ നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചത്, നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഉദ്ദേശിച്ചത്, നിൻ്റെ ദേശത്തെക്കുറിച്ച് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം നിന്നിൽ നിന്ന് നടത്തുവാൻ തക്കവണ്ണം നീ അങ്ങനെ യോഗ്യമായ ഫലം കായ്ക്കുന്ന വ്യക്തിയായി പുറത്തിറങ്ങും. ഹല്ലേലൂയ. കഴിഞ്ഞ നിമിഷം ആരാണ്? ഇടയൻ. ഈ നിമിഷം ആരാണ്? തൊട്ടടുത്ത നിമിഷം ആരാണ്? അവൻ പ്രവാചകൻ. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവത്തിന് ആ പ്രസൻസിൽ നീ ഇരുന്നാൽ ആ നിമിഷം ദൈവം നിന്നെ പൂർണ്ണമായും ചേഞ്ച് ചെയ്യും.
നിൻ്റെ മേൽ കിടക്കുന്ന ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ നിൻ്റെ മേൽ കർത്താവ് പകർന്ന ശക്തിയെ കർത്താവ് വർദ്ധിപ്പിക്കും. എന്ത് പർപ്പസിനാണോ നിന്നെ വിളിച്ചത്, ആ ശക്തിയും ആ അധികാരവും ആ അഭിഷേകവും നിൻ്റെ മേൽ പകർന്ന് നിനക്കൊരു പുതിയ പേര് കർത്താവ് വിളിക്കും. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു 2026 ഇതിനകത്ത് ചിലർക്ക് പുതിയ പേരുകൾ വീഴാൻ പോകുന്നു. കർത്താവ് ചിലരെ ശക്തമേറിയ രീതിയിൽ ഉപയോഗിക്കുവാൻ പോകുന്നു. ലോകസഭ കാണത്തക്ക രീതിയിൽ റവല്യൂഷൻ ചർച്ചിനകത്തുനിന്ന് ചില വ്യക്തികൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, കർത്താവ് എന്തിനു വേണ്ടിയോ ആണോ തൻ്റെ പ്രസൻസിനകത്തേക്ക് വിളിച്ചു കയറ്റിയത്, അതിൽ വിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയെ നിന്നെ കർത്താവ് ഉപയോഗിക്കുവാൻ പോകുന്നു. ഓ റിബബറഹദല ദുരഹ ശദല ദുരഹ റദുല റിദാലുദാരഹ ബാദുര ദേരെ ദേരെ റഹല ദുര റിദാലഹ ബാശദുലഹ ബാല ദുര ദുര റിദാലദാരഹ ശബദാരബാര. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം ചില വ്യക്തികളുടെ ശരീരത്തിനുള്ളിൽ, ദേഹമണ്ഡലത്തിനുള്ളിൽ, ദേഹിമണ്ഡലത്തിനുള്ളിൽ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ദൈവശക്തി വെളിപ്പെടുന്നു. ദൈവം ചിലരെ ചേഞ്ച് ആക്കുന്നു, പൂർണ്ണമായും ചേഞ്ച് ആക്കുന്നു. അങ്ങോട്ട് മോശ പോയപ്പോൾ മോശയ്ക്ക് പറയാൻ പലതുണ്ടായിരുന്നു. കഴിവില്ലാത്തവനാണ്, വിക്കനാണ്, യോഗ്യത ഒന്നും പറയുവാൻ ഇല്ല. ഹല്ലേലൂയ. പുതിയ നിയമ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മോശയെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു മോശ കൊലപാതകം ചെയ്തവനാണ്. അത് കഴിഞ്ഞ ശേഷം അപ്പോസ്തലനായ പൗലോസ് വന്ന് എഴുതിയിരിക്കുന്നു മോശ യഹോവയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ലോകത്ത് കിട്ടുന്ന, മിസ്രൈമിൽ കിട്ടുന്ന രാജകീയ സ്ഥാനം പോലും ഒഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി തന്നെത്താനെ ഒഴിച്ചു കൊടുത്തവനാണ്. ഹല്ലേലൂയ. നിൻ്റെ റിസൾട്ട്, നിൻ്റെ അഡ്രസ്സ് പൂർണ്ണമായും ആ സാന്നിധ്യം മാറ്റും. യഥാർത്ഥത്തിൽ മോശ ആരാണ്? നമ്മുടെയൊക്കെ കണ്ണിൽ കൊലപാതകനാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു രാജാവായി വസിക്കേണ്ടവൻ തനിക്ക് കിട്ടേണ്ട എല്ലാ യോഗ്യതയും കളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി തന്നെത്താനെ ഒഴിച്ചത് കൊടുത്തത് കൊണ്ട് താൻ യേശുവിന് മുന്നേ ഉള്ള പ്രവാചകനാക്കി തന്നെ മാറ്റി. ഹല്ലേലൂയ. മോശയുടെ അല്ലെങ്കിൽ മോശ തന്നെ പിന്നീട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവാചക പുസ്തകങ്ങളിനകത്ത് പറയുന്നുണ്ട്, മോശയെ പോലെ ഒരു പ്രവാചകൻ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കും. അതാരെക്കുറിച്ച്? യേശുവിനെ കുറിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ആ ദൈവ സാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് നിനക്ക് കയറുവാൻ കഴിയുമെങ്കിൽ, ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് നീ നിന്നെ തന്നെ, നിൻ്റെ കുറവുകളെ, യോഗ്യതകളെ എല്ലാം മാറ്റിവെച്ച് നീ ആ പ്രസൻസിനകത്ത് കയറുമെങ്കിൽ ദൈവം നിന്നെ മടക്കി വരുത്തുന്നത് പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കും. ഹല്ലേലൂയ. ആ പ്രസൻസ് നിൻ്റെ ജീവിതത്തിനകത്തുണ്ടാകണം. ഈ 2026 കയറുവാൻ പോകുന്ന ഈ 3 ദിവസങ്ങൾ നീ ദൈവത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസമായി മാറണം. ജനുവരി 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഈ സഭയുടെ അകത്ത് കണ്ടിന്യൂസ് പ്രയർ വെച്ചു. ഇതിനകത്ത് ദിനവും കടന്നു വന്ന വ്യക്തിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്നവരുണ്ട്, ഒരിക്കലും വരാത്തവരുമുണ്ട്. അതൊക്കെ നിങ്ങളും കർത്താവുമായിട്ടുള്ള ബന്ധം. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ 2025 കൊടുത്ത വിലയെ കർത്താവ് 2026 നിങ്ങൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയുവാൻ പല കാര്യങ്ങൾ കാണും, പക്ഷെ നിങ്ങൾ ദൈവത്തിന് കൊടുത്തൊരു വിലയുണ്ട്, ദൈവത്തിന് കൊടുത്തൊരു എന്താ പറയുക പ്രവൃത്തിയുണ്ട്. മറ്റ് പലതും മാറ്റി വെച്ചിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഇരുന്നത് കൊണ്ട് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ സങ്കടങ്ങളെ കർത്താവ് മാറ്റും. നിങ്ങളുടെ അഡ്രസ്സിനെ കർത്താവ് മാറ്റും. നിങ്ങൾ പ്രതികൂലത്തിൽ ജീവിച്ചുവെന്ന് തോന്നുന്ന, നിന്നെ തകർക്കുമെന്ന് തോന്നുന്ന ശത്രുവിനെ നിന്റെ മുന്നിൽ നിന്ന് കർത്താവ് മാറ്റും. മോശ മടങ്ങിപ്പോകുന്നത് തന്നെ തകർക്കുമെന്ന് പറയുന്ന രാജാവിൻ്റെ മുന്നേയായിട്ടാണ്. ഹല്ലേലൂയ. താൻ ആരെ ഭയപ്പെട്ടോ ആ രാജകുടുംബത്തിലേക്ക് ആരെ വിട്ടു? മോശയെ വിട്ടു. ഹല്ലേലൂയ. നിന്നെ എവിടെ ശത്രു തകർക്കുമെന്ന് പറഞ്ഞോ ആ ശത്രുവിൻ്റെ മുന്നേ നിന്നെ തല ഉയർത്തി നിർത്തും. കാരണം എന്തെന്നറിയാമോ? നീയല്ല നിൽക്കുന്നത്, നിന്നോടൊപ്പം പിതാവായ ദൈവമാണ് നിൽക്കുന്നത്. ആ പ്രസൻസിലാണ് നീ ചെന്ന് നിൽക്കുന്നത്. നീ നിന്നാൽ നിനക്ക് ഭയം വരും. പക്ഷെ നീ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഭയപ്പെടുന്ന സ്ഥലത്ത് പോയി ചെന്ന് നിന്നാൽ പോലും ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് വെളിപ്പെടും. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാം. ഈ വ്യക്തി അന്ന് അതിനകത്ത് നിൽക്കുന്നത് പത്മോസ് എന്ന് പറയുന്ന ദ്വീപിനകത്താണ്.
പത്മോസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്, ഭയങ്കര എന്തോ ആഡംബരമുള്ള സ്ഥലമായിട്ട് നമുക്ക് തോന്നിയാലും പത്മോസ് അന്നത്തെ കാലത്ത് ഒരു ദ്വീപ് ആയിരുന്നു. ആ ദ്വീപിന് ചുറ്റും എന്തായിരുന്നു? പൂർണ്ണമായും കടൽ പോലെ ചുറ്റപ്പെട്ട നിലയിലായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ നാളുകളിൽ കൊണ്ടിട്ട കുറ്റവാളികളെ കൊത്തിത്തിന്നുവാൻ നിൽക്കുന്ന കഴുകനും അസ്ഥികൂടങ്ങളും മാംസത്തിൻ്റെ സ്മെല്ലും നാറ്റവുമെല്ലാം വഹിക്കുന്ന സ്ഥലത്താണ് ആരെ കൊണ്ടിട്ടത്? യോഹന്നാനെ കൊണ്ടിട്ടത്. യോഹന്നാൻ അതിനകത്ത് ചെന്നിരുന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചു. ഹല്ലേലൂയ. താൻ ഭയപ്പെടുന്നൊരു സ്ഥലത്ത് കിടക്കുകയാണ്. അസ്ഥികളും കഴുകനും അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു സ്ഥലത്ത്, ഒരു എന്താ പറയുക, നമുക്ക് പറയാൻ കഴിയും, നമുക്കും പലപ്പോഴും പറയാൻ കഴിയുമല്ലേ, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം, നമ്മളോട് കൂടെ നിൽക്കുന്നവർ, ഇവർക്കൊന്നും ദൈവ പ്രസൻസ് അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളെന്താണ്, ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ബ്രദറെ, വല്ലാത്ത അവസ്ഥയിലാണ് പാസ്റ്ററെ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, യോഹന്നാൻ ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? കൂടെ കൈയടിക്കാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ ആളില്ല, പ്രസംഗിച്ചാൽ ഒരു സ്തോത്രം പറയാൻ ആളില്ല. താൻ അവിടെ ചെന്നിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചു. ദൈവം അവൻ്റെ മുന്നേ ഇറങ്ങി വന്നു. ഇന്ന് ആ പത്മോസിനെ കുറിച്ചൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര മേഖലയാണ് പത്മോസ്. ഹല്ലേലൂയ. നീ ഇരിക്കുന്നത് കല്ലറ കുഴിയിലാണെങ്കിലും, നീ ഇരിക്കുന്നത് പ്രതികൂലത്തിൻ്റെ നടുവിലാണെങ്കിലും, നീ തകർച്ചയുടെ നടുവിലായിരുന്നാലും, ഇതെന്നെ കേൾക്കുന്ന ഈ സമയം നീ ദൈവ പ്രസൻസിന് വേണ്ടി ആഗ്രഹിച്ചാൽ അവിടെ ദൈവം ഇറങ്ങി വരും. നിൻ്റെ അവസ്ഥ മാത്രമല്ല, നീ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥയും കർത്താവ് മാറ്റും. നിൻ്റെ അഡ്രസ്സ് മാത്രമല്ല, ആ സ്ഥലത്തിൻ്റെ അഡ്രസ്സ് കർത്താവ് മാറ്റും. ദൈവ പ്രസൻസ് ഒരു വ്യക്തിയുടെ മേൽ, ദൈവ സാന്നിധ്യം ഒരു വ്യക്തിയുടെ മേൽ ഇറങ്ങിയാൽ നീ കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ, അവൻ കഴിഞ്ഞ നാളിൽ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അവൻ യഥാർത്ഥമായി ദൈവ സാന്നിധ്യത്തിൽ നിന്നു കൊടുത്തിട്ടില്ല. നമ്മൾ ദൈവ സാന്നിധ്യം അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ നിൻ്റെ സ്വഭാവം ഉറപ്പായി മാറും, പ്രവൃത്തി ഉറപ്പായും മാറും, നിൻ്റെ പ്രാർത്ഥന ലെവൽ ഉറപ്പായും മാറും, നിൻ്റെ ആരാധന ലെവൽ ഉറപ്പായും മാറും. നിന്നെ കർത്താവ് എന്തിനു വേണ്ടി വിളിച്ചോ അതിനു വേണ്ടി നീ ഒരുങ്ങും. ഹല്ലേലൂയ. നീ പോലും അറിയില്ല നീയാണിത് ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ വിക്കുണ്ടവനെന്ന് പറഞ്ഞ് മോശ തന്നെ അഡ്രസ്സ് ചെയ്ത് ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിൻ്റെ നാവിന് പകരമായി ഞാൻ അഹരോൻ എന്ന് പറയുന്ന വ്യക്തി, അതെൻ്റെ സഹോദരനാണ്, അഹരോനെ നൽകും. അവൻ നിൻ്റെ നാവായി ഇരിക്കും, നീ അവൻ്റെ ദൈവമായി ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം നിങ്ങൾ പൂർണ്ണമായും ബൈബിൾ വായിക്കണം കേട്ടോ. ഒരു സ്ഥലത്ത് അഹരോനോട് സംസാരിച്ചപ്പോൾ മോശ എന്താ പറയുക, വിക്കുള്ളവനായിട്ടോ അല്ലെങ്കിൽ കുറവുള്ളവനായിട്ടോ ഒരിടം എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ കുറവല്ല ദൈവത്തിന് വേണ്ടത്, നിൻ്റെ ഹൃദയമാണ്. നിൻ്റെ സമയവും നിൻ്റെ സന്ദർഭവും നിൻ്റെ സാഹചര്യവും നിൻ്റെ വിഷയങ്ങളും പറയുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കാരണമുണ്ടെന്ന് പറയുന്ന പരസ്യം പോലെ ആയിപ്പോവും. പക്ഷേ നിനക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, സ്നേഹിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, നീ യേശുവിനെ സ്നേഹിച്ചാൽ നീ ഇന്ന് ജീവിക്കുന്നത് പോലെ പിന്നീട് ജീവിക്കേണ്ടി വരില്ല. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അത്രത്തോളം നീ കൊതിക്കണം. നിന്നെ പൂർണ്ണമായി മാറ്റുവാൻ കഴിയുന്നതാണ് ദൈവ സാന്നിധ്യം. അങ്ങനെ മോശ യഹോവയുടെ സന്നിധി നിലമ്പാട വീഴുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിനകത്ത് അവൻ പറയുകയാണ്, അവൻ എന്നോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ എന്ന് മോശ പറഞ്ഞു. പുറപ്പാട് തന്നെ അതിൻ്റെ 34 പറയുന്നു. യഹോവയായ ദൈവം തിരിച്ച് മോശയോട് പറയാണ്, അല്ലെങ്കിൽ മോശയോട് ആദ്യകാലം നേരം പറയുന്ന സമയമാണ്, അതിനവൻ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞു. ദൈവ സാന്നിധ്യം വന്നാൽ സ്വസ്ഥത വരും. ഹല്ലേലൂയ. നീ ഇന്ന് നിൻ്റെ ഉപജീവന മാർഗത്തിലോ കുടുംബ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലോ സ്വസ്ഥത ഇല്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉറക്കം കിട്ടാത്ത ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നാളത്തെക്കുറിച്ച് എന്താകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. നീ മരണം മുഖാമുഖം കണ്ട് ജീവിക്കുന്ന വ്യക്തിയായാലും, നിനക്കിനി നിൻ്റെ ശരീരത്തിനകത്തുള്ള രോഗം മാറില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ വ്യക്തിയാണെങ്കിലും, ദൈവം നിന്നെ ഇതിനകത്ത് ഈ ലോകത്ത് നിർത്തിയിരിക്കുന്ന കാലം അത്രയും നിനക്ക് സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയും. ലോകം തരാത്ത സമാധാനം തരുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും. ആരൊക്കെ നിന്നെ ചതിച്ചാലും,
ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും ആ ദൈവസാന്നിധ്യം നിന്നെ വിട്ട് മാറിപ്പോവുകയില്ല. നിന്റെ ജീവിതം കർത്താവിൻ്റെ കരത്തിൽ ആയുധമാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ ഉപയോഗിക്കുവാൻ വേണ്ടി നീ വിട്ടുകൊടുക്കുമ്പോൾ നിന്റെ സ്വഭാവത്തെ, വാക്കിനെ, പ്രവൃത്തിയെ എല്ലാം കർത്താവ് മാറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, മോശ യഹോവയുടെ സന്നദ്ധിയിലിരുന്നു. 40 ദിനരാത്രികൾ ഇരുന്നു. ഈ 40 ദിവസം മോശ ഇരുന്നത് യഥാർത്ഥത്തിൽ ദൈവസന്നദ്ധിയിലിരുന്നാൽ, നിങ്ങൾ ഇത് എന്താ പറയുക, മോശയുടെ ആ ചരിത്രം വായിച്ചു നോക്കിയാണ് അറിയാം. മോശയോട് യഹോവയാ ദൈവം പറയണം പർവ്വതത്തിൽ കയറി വരാൻ പറയുന്ന സമയത്ത് 7 ദിവസം ദൈവ സാന്നിധ്യം ആ പർവ്വതത്തിനകത്തുണ്ടായിരുന്നു. ആദ്യത്തെ 7 ദിവസം എന്ത് ചെയ്തു? ദൈവ സാന്നിധ്യം ആ പർവ്വതത്തിൻ്റെ മേൽ വന്നു. തീയും പുകയും അങ്ങനെയുള്ള സംഭവങ്ങളാണ് താഴെയുള്ള ഇസ്രായേൽ ജനങ്ങൾക്ക് കാണാൻ പറ്റിയത്. മോശയോട് യഹോവയായ ദൈവം 7-ാം ദിവസം പറഞ്ഞു, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു. അങ്ങനെ 7-ാം ദിവസം തന്നോട് കൂടെ ഉണ്ടായിരുന്ന യോശുവയെ ആ മലയിലകത്ത് എവിടെയോ ആക്കി വെച്ചിട്ട് മോശ എന്ത് ചെയ്തു? യഹോവയുടെ സന്നിധിയിലേക്ക് കയറിപ്പോയി. പിന്നീടുള്ള 40 ദിവസം മോശ ഒന്നും അറിഞ്ഞില്ല. ഹല്ലേലൂയ. നീ യഥാർത്ഥമായി ദൈവ പ്രസൻസ് ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാൻ കഴിയില്ല. നീ വചനം വായിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാൻ കഴിയില്ല. നീ ശുശ്രൂഷ ചെയ്യുമ്പോൾ സമയം പോകുന്നത് നിനക്കറിയുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആരാധന വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ആരും മടങ്ങിപ്പോവില്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം ചലിച്ചാൽ, ദൈവത്തിൽ നിന്ന് വിട്ടുപിരിയാൻ കഴിയാത്തൊരു സ്നേഹം നിങ്ങളോട് ചലിച്ചാൽ, ആ ദൈവത്തോട് എത്രത്തോളം ചേർന്നിരിക്കുവാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ചേർന്നിരിക്കും. നിങ്ങൾക്ക് സ്വസ്ഥത മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനം മാത്രമല്ല, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് മാറി ദൈവവുമായൊരു ബന്ധം വയ്ക്കും. ഹല്ലേലൂയ. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ഒരു മലയുടെ മുകളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട്, 3 പേരെയും വിളിച്ചുകൊണ്ട് മലയുടെ മുകളിലേക്ക് പോയി. അതിലൊരാളാണ് പത്രോസ്. താൻ അവിടെ വച്ച് രൂപാന്തരപ്പെട്ടു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് അത് വായിക്കാൻ കഴിയും. താൻ ആ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. ആ രൂപാന്തരപ്പെട്ട സമയത്ത് തൻ്റെ അടുക്കലേക്ക് മോശയും ഏലിയാവും ഇറങ്ങി വരുന്നതായി കണ്ടു. താങ്കൾ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ പത്രോസ് പറഞ്ഞു, ഞങ്ങൾ 3 കൂടാരമുണ്ടാക്കട്ടെ, നമുക്ക് ഇവിടെ വസിക്കാം. ഹല്ലേലൂയ. ഭയങ്കരമായ ശുശ്രൂഷ, ദൈവപ്രവൃത്തി ഇതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യേശുവാണ് മലയുടെ മുകളിൽ പോയത്. അവിടെ ചെന്ന് പിതാവായ ദൈവത്തോട് സംസാരിക്കുകയാണ്. ആ പ്രസൻസിനകത്ത് ആദ്യമായി പത്രോസും യോഹന്നാനും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനും എല്ലാം കയറിയപ്പോൾ പത്രോസിന് ഭ്രമം പിടിച്ചു. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അതൊരു ദർശനമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ദർശനത്തിനകത്ത് കയറിയപ്പം പത്രോസ് എന്താണ് പറയുന്നത്? ഈ പ്രസൻസിൽ നിന്ന് നമുക്ക് ഇനി ഒരിടവും പോകണ്ട. കഴിഞ്ഞ നിമിഷം വരെ പേരുണ്ടായിരുന്നു. ആരോടെ നടന്ന? യേശുവിനോട് നടക്കുന്ന ശിഷ്യൻ, അത്ഭുതങ്ങളുടെ മന്ത്രി, ഇങ്ങനെയുള്ള പല പേരുകളും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് പറയാണ്, ഇനി ഇവിടെ നിന്ന് ഒരിടവും പോകണ്ട. നീ യഥാർത്ഥമായി ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ, അല്ലെങ്കിൽ ആ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകാൻ നീ ശ്രമിക്കില്ല. ഹല്ലേലൂയ. ഈ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രതികൂലം ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രയാസമുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഒന്നും തോന്നാത്തതിന് കാരണം ഞാൻ ജീവിക്കുന്ന ദൈവപ്രസൻസിനകത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ലോകപരമായി ചിന്തിക്കരുത്. ലോകപരമായി നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. ലോകപരമായി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വരുന്ന തകർച്ചകളെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് കരച്ചിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കേണ്ട തോന്നും. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നും. പക്ഷേ ദൈവത്തെ അറിഞ്ഞ പൈതലെ, നീ ദൈവ പ്രസൻസിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിനക്കാരുമില്ലെങ്കിൽ എല്ലാം ഉള്ളതുപോലെ തോന്നും. ഹല്ലേലൂയ. അത് വെറും തോന്നലല്ല കേട്ടോ, ഒരു നടത്തിപ്പാണ്. ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ വലങ്കരം പിടിച്ച് ചേർത്ത് നടത്തുന്നത് പോലെ കർത്താവ് നിന്നെ നടത്തും. ഹല്ലേലൂയ. ആ അപ്പൻ്റെ കൂടെ നടന്നവനാണ് പത്രോസ്. കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് ഈ സാന്നിധ്യമൊക്കെ അനുഭവിച്ച ശേഷം
പത്രോസ് യേശുവിൻ്റെ കാലഘട്ടം ശേഷം ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെയുള്ള പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും ചോദിച്ചു, ഇവൻ എങ്ങനെ ഇത് ചെയ്യുന്നു? ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനം? പഠിപ്പില്ലാത്ത ഇവൻ എങ്ങനെ ഇത്രയും വിവരത്തോടെ സംസാരിക്കുന്നു? അതായത് അഡ്രസ്സ് മാറിപ്പോയി. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, നിൻ്റെ കഴിവോ നിൻ്റെ യോഗ്യതയോ നിൻ്റെ വിദ്യാഭ്യാസമോ അല്ല കർത്താവ് നോക്കുന്നത്. നീ കർത്താവിന് കൊടുക്കുന്ന സ്നേഹമാണ്, നീ കൊടുക്കുന്ന ഹൃദയമാണ്. വിട്ടു പിരിയാൻ കഴിയില്ല അപ്പാ, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയില്ല കർത്താവേ, അങ്ങ് തരുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ നിന്നെ കർത്താവ് ആ സാന്നിധ്യത്തിനകത്തേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആ സാന്നിധ്യത്തിൽ കയറണം. 2026 ആകുമ്പോൾ നിങ്ങളെ കണ്ണ് കർത്താവ് കൃത്യമായി തുറന്ന് കാണിച്ചു തരും. ഹല്ലേലൂയ. എത്ര പേർ റെഡിയാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ റെഡിയാണെങ്കിൽ കർത്താവ് ഇന്നലെ റെഡിയാണ്. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കർത്താവിന് ഇന്നലെ നിങ്ങളെ മാറ്റുവാൻ താല്പര്യമാണ്. അതുപോലെ ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവൻ്റെ സാന്നിധ്യത്തിൽ ഭ്രമിക്കുന്നു, ഓർത്തു നോക്കുമ്പോൾ ഞാൻ അവനെ ഭയപ്പെടുന്നു. ദൈവ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിച്ചാൽ നീ ദൈവത്തെ ഭയപ്പെടും. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു വ്യക്തി നിന്നോട് കൂടെ നിൽക്കുന്നത് പോലെ ദൈവത്തെ തിരിച്ചറിയുവാൻ നിനക്ക് കഴിയും. നീ ചെയ്യുന്ന ചെറിയ തെറ്റായാലും ചെറിയ വാക്കായാലും ചെറിയ പ്രവൃത്തിയായാലും ചെറിയൊരു നോട്ടമായാലും രഹസ്യ ജീവിതമായാലും പരസ്യ ജീവിതമായാലും പ്രാർത്ഥന കുറവായാലും എന്ത് കാര്യമുണ്ടെങ്കിലും നിനക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഭയം തോന്നും. ഹല്ലേലൂയ. നമ്മളപ്പോൾ സ്നേഹവും ബാക്കിയുള്ള എല്ലാം കാര്യങ്ങളെല്ലാം ക്ലിയറാണ്. പക്ഷേ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രസൻസ് മനസ്സിലാക്കിയവൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകും. ഹല്ലേലൂയ. എന്ത് ഭയമാണ് ഉണ്ടാകുന്നത്? എൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടായിട്ട് എന്തെന്നറിയാമോ? ഭയം. ദാവീദ് പറയുന്നുണ്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ഭയമാണ്. നമ്മൾ ഒരു കഴിവുമില്ലാത്ത മനുഷ്യൻ, ഒരു യോഗ്യതയുമില്ലാത്തവനാണ് ഞാൻ. ഈ യോഗ്യതയില്ലാത്ത കഴിവില്ലാത്ത എന്നെ കർത്താവ് തൻ്റെ മൺകൂടാരമാക്കി അതിനകത്ത് വാസം ചെയ്യുവാൻ ഈ സർവ്വ ലോകത്തെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവ് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആ കർത്താവ് ഇറങ്ങി വന്ന് എന്നോടൊപ്പം വാസം ചെയ്യുമ്പോൾ എൻ്റെ ഒരു ചെറിയ തെറ്റുകൊണ്ട്, എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു ചിന്ത കൊണ്ട്, എൻ്റെ കൊടുക്കൽ വാങ്ങൽ കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട് ആ പ്രസൻസ് പോകരുതേ എന്ന് നിലവിളിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും നിലവിളിച്ചിട്ടുണ്ടോ അതിനകത്ത്? എങ്കിൽ നിങ്ങൾ ഇന്നിരിക്കുന്നത് പോലെ ഇരിക്കില്ല. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ അറിഞ്ഞതുപോലെ മറ്റൊരു ജാതി ഈ ലോകത്തില്ലെന്നാണ് പറയുന്നത്. നമ്മൾ ജാതിയന്മാരായിരുന്നു. നമ്മൾ ദൈവത്തെ അറിഞ്ഞതുപോലെ, ദൈവം നമ്മളെ അറിഞ്ഞതുപോലെ മറ്റൊരു ജാതിയില്ല. നമ്മൾ വ്യത്യസ്തരാണ്. ആ അറിഞ്ഞ നമ്മൾ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യത്തിനകത്തിരിക്കുവാൻ ആഗ്രഹിക്കണം. ആ സാന്നിധ്യത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് തെറ്റ് ചെയ്തിട്ട് വീണ്ടും സഭയുടെ അകത്ത് കടന്നു വരുന്നവരുണ്ട്. വഴക്കാളിയാകുന്ന വ്യക്തികളുണ്ട്. കുറ്റം പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ വരുന്നവരുണ്ട്. ദൈവത്തെ നിന്ദിച്ചിട്ട് ദൈവസന്നിധിയിൽ വരുന്നവരുണ്ട്. അവരൊന്നും യഥാർത്ഥ ദൈവഭയത്തിലോ ദൈവസാന്നിധ്യത്തിലോ ജീവിക്കുന്നവരല്ല. നമുക്ക് അവരെ തിരുത്തുവാനും കഴിയില്ല. പക്ഷെ ഒരു ദിവസം അവർ ദൈവസാന്നിധ്യത്തിനകത്തേക്ക് നടത്തപ്പെടും. അന്ന് അവർ രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട, ആരെയും കുറ്റം പറയണ്ട. നമ്മൾ എല്ലാ കഴിവുള്ള വ്യക്തികളൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ടും നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം തന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എനിക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം തന്നു. എൻ്റെ ജോലിയെക്കാളും എൻ്റെ കുടുംബത്തെക്കാളും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കാളും മറ്റെന്തിനേക്കാളും എൻ്റെ അപ്പായെ സ്നേഹിക്കുവാൻ ഒരു ഹൃദയം എനിക്ക് തന്നതുകൊണ്ട് എൻ്റെ കഴിവോ എൻ്റെ യോഗ്യതയോ എൻ്റെ കുറവോ എൻ്റെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രതികൂലങ്ങളോ ഒന്നും നോക്കാതെ എനിക്ക് യേശുവിന് വേണ്ടി ഓടാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വരണമെങ്കിൽ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്കുണ്ടായേ പറ്റൂ. ആ ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ അറിയുവാനും കഴിയൂ. ആ ഹൃദയത്തിന് ഉടമയായി മാറുവാൻ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുന്നേ നിൽക്കുന്ന വലിയ പ്രതികൂലം പോലെ നിൽക്കുന്ന മലകൾ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ആ പ്രതികൂലത്തെക്കാളും നിങ്ങൾ ദൈവത്തെ ഉയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ പ്രതികൂലത്തെക്കാളും നിങ്ങൾ ദൈവ പ്രസൻസിന് വേണ്ടി കൊതിക്കും. നിങ്ങൾ നടക്കുന്ന വഴികളിലെല്ലാം ദൈവ സാന്നിധ്യം ചലിക്കും. നിങ്ങളുടെ മുന്നേ തടസ്സമായി നിൽക്കുന്നതിന് നിൽക്കാൻ കഴിയില്ല. ചെങ്കടൻ്റെ മുന്നേ മോശ പോയി നിൽക്കാൻ പറ്റുമോ?
യെരിഹോ മതിലിൻ്റെ മുന്നേ യോശുവ പോയി നിൽക്കാൻ പറ്റുമോ? നിൻ്റെ മുന്നേ ഇന്ന് പ്രതികൂലമായി നിൽക്കുന്ന വിഷയങ്ങൾക്ക് നിൻ്റെ മുന്നേ നിൽക്കുവാൻ കഴിയില്ല. കാരണം നീ അല്ല ചലിക്കുന്നത്, നിന്നോടുള്ള ദൈവ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ചലിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യത്തിനകത്ത് പറയുന്നു, തൻ്റെ സാന്നിധ്യം മഹാശക്തി കൊണ്ട് മിസ്രൈമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ജനങ്ങളെ ദൈവം പുറപ്പെടുവിച്ചത് തൻ്റെ സാന്നിധ്യം കൊണ്ടും മഹാശക്തി കൊണ്ടുമാണ്. നിന്നോടൊപ്പം ദൈവ സാന്നിധ്യം ചലിച്ചാൽ ദൈവത്തിൻ്റെ മഹാശക്തി നിന്നോടുകൂടെ ചലിക്കും. ഡുനാമിക്സ് പവർ നിന്നോടൊപ്പം ചലിക്കും. നീ അറിയാത്ത മേഖലയിൽ ദൈവം നിർത്തും. നിന്റെ മുന്നേ നിൽക്കുന്ന കോട്ടകളെ കർത്താവ് ഇടിക്കും. നിന്റെ മുന്നേ നിൽക്കുന്ന പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റും. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രസൻസിന് വേണ്ടി കൊതിക്കണം. ആ ദൈവ സാന്നിധ്യം ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, മോശ വഴി ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, അതുവരെ അടിമ നുഖത്തിൽ കിടന്ന വ്യക്തികളെ വെടിവെച്ചെടുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, പ്രിയജനമേ, നീ ഇന്ന് വസിക്കുന്ന ദേശത്തിനകത്ത് അടിമ നുഖത്തിൽ സാത്താൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന വ്യക്തികളെ വെടിവെച്ചെടുക്കുവാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. നിന്റെ സാഹചര്യങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന വേദനകളെ മാറ്റി, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ മാറ്റി, ഇന്ന് നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റി, ആ പ്രതികൂലത്തിൽ നിന്ന് നിന്നെ പുറത്തെത്തിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ വിളിക്കുന്നു. ആരെങ്കിലും സങ്കടത്തിലും വിഷമത്തിലും പ്രയാസത്തിലും അസ്വസ്ഥത ഇല്ലാതെ അസ്വസ്ഥനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അസ്വസ്ഥതയോടെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ കർത്താവ് ആ പ്രസൻസിലേക്ക് വിളിക്കുന്നു. നീ ആ പ്രസൻസിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിനക്ക് സ്വസ്ഥത വരും. നിനക്ക് ഇന്ന് വരെ ഇല്ലാത്ത ദൈവ സമാധാനം നിൻ്റെ ജീവിതത്തിനകത്തുണ്ടാകും. നിന്നെ ശത്രുക്കളായി കണക്കാക്കുന്നവർക്ക് പോലും ഒന്നും മിണ്ടാൻ കഴിയാതെ വണ്ണം ദൈവം നിന്നെ നടത്തുന്ന വിധങ്ങളെ കണ്ട് അവർക്കും നിൻ്റെ ദൈവത്തെ അറിയുവാനുള്ള ഇട വരും. ഇന്ന് പകൽക്കാലം നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ പോകുന്ന ഒരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.